ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് പഴവും മുട്ടയും ചേർത്തിട്ടുള്ള ഒരു ഡെസേർട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 പഴം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ കിട്ടുന്ന ഫിലിപ്പൈൻ ടൈപ്പിലുള്ള പഴമാണ്. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർത്താൽ മതി. പിന്നെ 2 മുട്ട ചേർക്കാം. 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിനായിട്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് ചെറിയ കപ്പിലേക്ക് മാറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അരിക്കണില്ല, ഇങ്ങനെ നേരെ തന്നെ ചേർക്കാണ്. 3 പാത്രത്തിലായിട്ടാണ് എടുത്തത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്യാം. വെള്ളം ഉള്ളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കവർ ചെയ്യുന്നത്. ഇതിൻ്റെ ആവി പുറത്തു പോകാനായിട്ട് ഇതിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തട്ടും ഇറക്കി വയ്ക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ചു കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് തുറന്നിട്ട് വെള്ളം നോക്കണം. വറ്റിപ്പോവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ഇങ്ങനെ സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഒരു കത്തി ഇതിലേക്ക് ഇറക്കി നോക്കിയതാണ്. ഒന്നും പറ്റി പിടിച്ചിട്ടില്ല, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ കുക്കായിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എടുത്തു വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ലെയർ കൂടെ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കണം. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ചൂടായിട്ട് ഗോൾഡൻ കളറാവാൻ തുടങ്ങുമ്പോൾ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. വെള്ളം ചേർക്കുമ്പോൾ പഞ്ചസാര കട്ടിയാകും. വീണ്ടും മിക്സ് ചെയ്യുമ്പോൾ അത് അലിഞ്ഞ് വന്നോളും. അപ്പോൾ ഇതിങ്ങനെ തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ഒരു പഴം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ പഴം നമുക്ക് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കാരമൽ സിറപ്പിൽ കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതിലുള്ള വെള്ളവും ഒന്ന് കുറുകിയിട്ട് തിക്കാവണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ഇങ്ങനെ കാരമലൈസ് ചെയ്ത ഈ പഴം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1-2 മണിക്കൂർ തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. ഇങ്ങനെ പഴം കാരമലൈസ് ചെയ്യാതെ ആദ്യം ഉണ്ടാക്കിയ കൂട്ട് കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. 2 ലെയറും കൂടി ആവുമ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്